അസ്സലാമു അലൈക്കും. ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിലെ മൂന്നാമത്തെ പാഠത്തിലെ തദ്രീബാത്താണ് നോക്കുന്നത്. തദ്രീബാത്ത് നോക്കുന്നതിന് മുമ്പ് കൂട്ടുകാർ ഈ പാഠം നല്ലവണ്ണം വായിച്ച് മനസ്സിലാക്കുക. അദ്ദർസു സാലിസ് ദൗലത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം നസിൽ, യോജിച്ചവ പരസ്പരം ചേർക്കാനുള്ളതാണ്. 1. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രവാചകത്വം ലഭിച്ചോ? അതിന് ശരിയായത് ഓപ്ഷൻ ബി, ഹിജ്റയുടെ 13 വർഷം മുമ്പ്. 2. മദീനയിലേക്ക് ഹിജ്റ പോയി. ശരിയുത്തരം ഇ, വഫാത്തിന്റെ 10 വർഷം മുമ്പ്. 3. ഫത്ഹു മക്ക ഉണ്ടായി. ശരിയുത്തരം ഡി, ഹിജ്റയുടെ 8-ാം വർഷം. 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി. ശരിയുത്തരം എ, ഹിജ്റയുടെ 11-ാം വർഷം. 5. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു. ശരിയുത്തരം സി, ഹിജ്റയുടെ 53 വർഷം മുമ്പ്. BED AC. തദ്രീബാത്തിൽ നാലാമത്തെ പ്രവർത്തനം നംല ഉൽ ഫറാഗ്, വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഡാഷ് വയസ്സ് പൂർത്തിയായപ്പോൾ നുബുവത്ത് ലഭിച്ചു. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 40. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഡാഷ് വയസ്സിൽ മദീനയിലേക്ക് ഹിജ്റ പോയി. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 53. 3. പരിശുദ്ധ മക്ക ഡാഷ് വർഷത്തിൽ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ഭാഗമായി. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഹിജ്റ 8. 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഡാഷ് കാരണം ചില രാജാക്കന്മാർ ഇസ്ലാം മതം സ്വീകരിച്ചു. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് കത്തുകൾ ലഭിച്ചത് കാരണം. 5. 1-ാം ഖലീഫ ഡാഷ് ആണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. തദ്രീബാത്തിൽ 6-ാമത്തെ പ്രവർത്തനം തഖ്സീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ പട്ടികയാക്കി എഴുതുക. അപ്പോൾ നമുക്ക് എഴുതാം. 1. ക്രിസ്തുവർഷം 571 ഏപ്രിൽ 21 റബീഉൽ അവ്വൽ 12 അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു. അടുത്ത പോയിന്റ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് മുമ്പ് തന്നെ പിതാവ് അബ്ദുള്ള മരണപ്പെട്ടു. അടുത്ത പോയിന്റ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 6 വയസ്സ് പ്രായമുള്ളപ്പോൾ മാതാവ് ആമിന ബീവി വഫാത്തായി. ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഈ പാഠത്തിലെ വീഡിയോയിൽ കൂട്ടുകാർക്ക് ലഭ്യമാകും.